ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഇറ്റ്സ് മീ ആരസത്തിൽ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, സുസ്വാഗതം. നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ എന്താ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. യെസ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. അതിനകത്ത് മക്കൾ എത്ര മാർക്കാണ്? 6 മാർക്കാണ് അല്ലേ? 6 മാർക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പക്ഷെ ഇതിനകത്ത് കുറെ എന്താ പറയുക, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ പോയിന്റർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. പോയിന്റർ വെച്ചിട്ടുള്ളതും പോയിന്റർ സ്ട്രക്ചർ റിലേഷൻഷിപ്പ്, പോയിന്റർ അറർ റിലേഷൻഷിപ്പ്, ഇതെല്ലാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ 6 മാർക്കും നേടിയെടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കാരണം ആ ചാപ്റ്റർ ഫുള്ള് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാലേ 6 മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതായത് 6 മാർക്കേ ഉള്ളു എന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യും. 60 മാർക്ക്, 60ൽ 6 മാർക്ക് പോയി കഴിഞ്ഞാല് എത്ര മക്കളെ? 54 മാർക്ക് ഞാൻ മേടിക്കും. ആ ചാപ്റ്റർ പോട്ടെ, ഇട്ടേക്ക് മക്കളെ. ആ മൈൻഡ് വിടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ആക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നില്ല എങ്കിൽ അടുത്ത സ്കിപ്പ് ആക്കുന്ന വേറെ ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച ഒരു ചാപ്റ്ററിൽ വളരെ ടഫ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ആ ടഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 6 മാർക്ക് ആണെങ്കിലും 6 മാർക്ക് ഒരിക്കലും മിസ്സാക്കല്ലേ കേട്ടോ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റിന്റെ പ്രോഗ്രാമിംഗ്. നിങ്ങൾക്ക് അറിയാം, തിയറി ആണ് ഇത്. പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊന്നുമില്ല, തിയറി വെച്ചിട്ടുള്ള എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ പ്രോഗ്രാമിംഗ് ആയിട്ട് വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ അതിനകത്ത് ആകെ 3 മാർക്ക് ഏതാണ്? 3 മാർക്ക് അവിടെ വരുന്നുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ മാർക്ക് വരുന്നില്ല, ജസ്റ്റ് 3 മാർക്ക്. ഓക്കെ, അപ്പൊ 3 മാർക്ക് പഠിക്കണമെങ്കിൽ എന്താണ്? ചാപ്റ്റർ ഫുള്ള് പഠിച്ചിരിക്കണം. അല്ല 3 മാർക്കിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് പഠിക്കും. നിങ്ങളെ ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്യുവാണ്, ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്യണം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഊപ്പിനകത്തുള്ള. ഓക്കെ, വല്ലതും കിട്ടുമോ? ഇല്ല. നിങ്ങൾ 3 മാർക്ക് കിട്ടണമെങ്കിൽ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിരിക്കണം. അപ്പൊ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ പറയുകയാണ് മക്കളെ, ഈ ചാപ്റ്റർ വെയിറ്റേജ് നിങ്ങൾ ഉള്ള ഉദ്ദേശം എന്താണ്? ചാപ്റ്റർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ഊന്നി പഠിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്യണത് മാത്രമേ ഉള്ളൂ. അതായത് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. എത്ര മാർക്കാണ്? 5 മാർക്ക്. 5 മാർക്കിനാണെന്ന് പറയാം. നമുക്ക് എന്താണ് മക്കളെ? അതിനകത്ത് സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട്, ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർ ക്യൂ ഉണ്ട്, പിന്നെ എന്താണ് മക്കളെ? ഇത്തരം കാര്യങ്ങളുണ്ട്. അതിന്റെ അൽഗോരിതംസ് പഠിക്കണം. ഇതെല്ലാം പഠിച്ചാലേ അവിടെ 5 മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ചിലപ്പോൾ ഈ മാർക്കിനൊക്കെ വേരിയേഷൻ വരും. ചിലപ്പോൾ 6, ഇപ്പൊ ഈ സ്ട്രക്ചേഴ്സ് ആൻഡ് പോലെ ചിലപ്പോൾ 7 to 8 ഒക്കെ മാർക്ക് വേണമെങ്കിൽ വരാം. ചിലപ്പോൾ അങ്ങോട്ട് വേരിയേഷൻസ് വരാം. ഒരിക്കലും അങ്ങനെ ഫിക്സഡ് ആയിരിക്കും നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ് എടുത്ത് നോക്കാം. വെബ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ 10 മാർക്കുള്ള വെബ് ടെക്നോളജി. കാരണം അവിടെ 2 സെക്ഷൻസ് ഉണ്ട് അല്ലേ? കാരണം വെബ് ടെക്നോളജിക്ക് ആദ്യം തിയറി സെക്ഷൻ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിന്, ഈ വെബ്സൈറ്റ്, വെബ് സെർവർ, പിന്നെ അതിന്റെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ പ്രോഗ്രാമിംഗ് സെക്ഷൻ ഉണ്ട് അല്ലേ? അഥവാ HTML പ്രോഗ്രാം സെക്ഷൻ ഉണ്ട്, സ്ട്രക്ചർ സെക്ഷനും ഉണ്ട്. അപ്പൊ അത് രണ്ടും ഉള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ് മക്കളെ ഇവിടെ വെബ് ടെക്നോളജിയിൽ അല്ലേ? അപ്പം അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വെബ് ഡിസൈനിങ് യൂസ് HTML. അത് 9 മാർക്കാണ്. സോ 9 മാർക്ക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഒരു 5 മാർക്കിന്റെ പ്രോഗ്രാം കണ്ടിരിക്കും. HTML പ്രോഗ്രാം ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കും. അതും 5 മാർക്കിന്റെ സെക്ഷനിൽ തന്നെ കാണും. ഒന്നുകിൽ ടേബിൾ അല്ലെങ്കിൽ ലിസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ സബ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കണ്ടിരിക്കും. 5 മാർക്കിന്റെ സെക്ഷനിലാണെങ്കിൽ ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സെക്ഷൻ വെബ് ഡിസൈനിങ് യൂസ് HTML. അതുകൊണ്ട് ആ ചാപ്റ്റർ വ്യക്തിയായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ്. കാരണം ഇച്ചിരി വെർഷൻ കുറഞ്ഞ ചാപ്റ്റർ ആണ്. 8 മാർക്കാണ്. 8 മാർക്കിനാവുമ്പോഴും നമ്മൾ എന്താണ് കുറച്ചുകൂടെ സീരിയസ് ആവണം. കാരണം കുറച്ചുകൂടെ പ്രോഗ്രാംസ് പഠിച്ചിരിക്കണം. നമ്മൾ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ടോപ്പർ സീരീസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ടോപ്പർ സീരീസ് എന്നുള്ള പ്രോഗ്രാംസുകളെല്ലാം പഠിച്ചോണം. ആ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ ഈ ജാവാ സ്ക്രിപ്റ്റിൽ നിന്ന്. നെക്സ്റ്റ് അടുത്ത നമ്മളെ വെബ് ഹോസ്റ്റിംഗ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആകുമ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ് വരാൻ, 1 2 മാക്സിമം 2. ചിലപ്പോൾ 1 മാർക്കിനകത്തും പിന്നെന്താ മക്കളെ 3 മാർക്കിനകത്ത് 2 മാർക്ക്, അങ്ങനെ എന്തെങ്കിലും മാക്സിമം മിനിമം ഒരു മാർക്ക് ഒരു ക്വസ്റ്റിനെ വരാത്തുള്ളൂ. അത് ചിലപ്പോൾ 5 മാർക്ക് സെക്ഷന് വരാം. അതായത് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അത് ഒറ്റ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വരാം 5 മാർക്കിന്. ഓക്കെ, ഒരു മഴ പെയ്തങ്ങ് തീരും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മളെ DBMS. അത് ഒരു തിയറി ചാപ്റ്റർ ആണ്. അതിനകത്തും 5 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒരു സെക്ഷനിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ നമ്മളെ DBMS കേട്ടോ. പഠിച്ചിരിക്കണം. DBMS മസ്റ്റ് അടിപൊളി ചാപ്റ്റർ തന്നെയാണ് മക്കളെ. അത് പഠിച്ച് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. 9 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിനകത്ത് നിങ്ങൾക്ക് അറിയാം കുറെ ക്വറീസ് ആണ്, അഥവാ പ്രോഗ്രാംസുകളാണ് അല്ലെ? പ്രോഗ്രാം കോഡിങ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്വറീസുകളാണ്. അപ്പൊ ആ ക്വറീസുകൾ പഠിച്ചാലേ അവിടെ 7 മാർക്കെങ്കിലും ലഭിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. തിയറി മാത്രം പഠിച്ചേ കിട്ടത്തില്ല. ദെൻ PHP പറയുകയാണെങ്കിൽ ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ ആണ് PHP. അപ്പൊ ഈ 3 മാർക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ അങ്ങോട്ട് ഓരോ വർഷം കൂടി പോവാം. 3 to 4 മാർക്ക് 5 മാർക്കൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് മാറി വരും കേട്ടോ. ഒരിക്കലും ഫിക്സഡ് ആയിരിക്കും നിർബന്ധമൊന്നുമില്ല. നെക്സ്റ്റ്
അഡ്വാൻസ് ഇൻ കമ്പ്യൂട്ടിങ്ങും ദെൻ ICT സൊസൈറ്റി, ഇത് രണ്ടും എന്താ മക്കളെ, ഇത് രണ്ടും തിയറിയാണ് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ICT ആൻഡ് സൊസൈറ്റി, കാരണം അതിന് 2 സെക്ഷൻസ് ഉണ്ട്. കാരണം இந்த 2 സെക്ഷൻസ് ഉണ്ട്. നമ്മുടെ ആണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഈ പറഞ്ഞുള്ള ഈ ഗവർണൻസ്, ഈ ടെക്നോളജി, ആ ഒരു എന്താണ് ICTയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ പിന്നെയാണെങ്കിൽ ഈ പറഞ്ഞുള്ള ഇൻഫ്രിഞ്ച്മെന്റ്, ദെൻ പിന്നെ ഈ പറഞ്ഞുള്ള എന്താ പറയാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ഈ പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ. ഒരു 2 സെക്ഷൻസ് ഉണ്ട്. ഈ 2 സെക്ഷൻസ് ഉള്ളതിനാണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് വെബ് ടെക്നോളജിക്ക് 2 സെക്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ ICT സൊസൈറ്റിക്ക് 2 സെക്ഷൻ ഉണ്ട്. അപ്പൊ ആ 2 സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. വെബ് ടെക്നോളജി എടുക്കുകയാണെങ്കിൽ അവിടെ തിയറി സെക്ഷൻ ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട് അല്ലേ. അപ്പൊ വെബ് ടെക്നോളജിക്ക് 2 സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് ICT സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ICT എന്താ നമുക്ക് അതൊരു സെക്ഷനാണ് ICT. ഓക്കെ, നെക്സ്റ്റ് മക്കൾ എന്താണ് സൊസൈറ്റി എന്താ നമുക്ക് അത് വേറെ സെക്ഷനാണ്. 2 ക്വസ്റ്റ്യൻസ് വരും, 2 സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് വരും. അതായത് ഫസ്റ്റ് ICT എന്ന് പറയുന്ന ഫസ്റ്റ് ഈ ഗവർണൻസ് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ ഗവർണൻസ്, ഈ ലേണിംഗ്, ഈ ബിസിനസ് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അത് ഒരു സെക്ഷനാണ്. നെക്സ്റ്റ് അടുത്ത സെക്ഷനാണ് മക്കളെ എന്ത് ഈ പറഞ്ഞ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഒക്കെ പറഞ്ഞ കോപ്പിറൈറ്റ് പറഞ്ഞ റൂൾസ്, പിന്നെ സൈബർ ക്രൈംസ്, ആ പറയുന്ന എല്ലാം നമ്മൾ അടുത്ത സെക്ഷനാണ്. അപ്പൊ 2 സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും, അതിൽ മാറ്റമൊന്നും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറയുവാണ് മക്കളെ, ഈ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കണം, അല്ല ഞാനൊന്നും പറയുന്നില്ല ഈ ചാപ്റ്റർ ഒക്കെ സ്കിപ്പ് ചെയ്യണം, ആ സ്കിപ്പ് ചെയ്യണം ഒരിക്കലും പറയത്തില്ല. കാരണം ഇനി പാറ്റേൺ മാറാൻ പോവുകയാണ്, കഴിഞ്ഞ വർഷത്തെ കൂട്ടല്ല. കാരണം ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ടഫ് ആകാം, സീരിയസ് ആകണം. ഞാൻ പേടിപ്പിക്കുമല്ല, ടഫ് അങ്ങനെ കരുതിക്കൊണ്ട് പോവുക. അങ്ങനെ കരുതിക്കൊണ്ട് പോയാൽ എന്താ ചിലപ്പോ എന്താണ് സിമ്പിൾ ആകാം. അപ്പൊ ടഫായി കണക്കാക്കി തന്നെ പോവുക. ടെൻഷൻ അടിക്കണം, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചു, കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായാലേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചൂടും വേവലാതിയൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് മാത്സ് കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരിക്കുക. ദെൻ പിന്നെ മാക്സിമം ടെൻഷൻ അടിക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ എന്താ മക്കളെ, അപ്പൊ അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക, സൈലം പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. ഞാൻ ഇപ്പൊ CS സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൈലം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ +1 കയറിയപ്പോൾ മുതലേ പറഞ്ഞുതരാണ്, ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ഉറപ്പായിട്ട് എന്താണ് ഒരിക്കലും ചതിക്കത്തില്ല. കാരണം നമ്മളെ ഫൈനൽ എക്സാമിനായിക്കോട്ടെ, ഏത് എക്സാംസിനായിക്കോട്ടെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫൈനൽ എക്സാമിന് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് എന്താ മക്കളെ, അതും തന്നെ വീണ്ടും പറയുകയാണ്, ഫൈനൽ എക്സാമിന് ഇനി പാറ്റേൺ മാറിയാലും ആ ലെവൽ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. കാരണം എങ്ങനെയൊക്കെ ഏതൊക്കെ ലെവലാണെങ്കിലും ഇനി ആ സൂപ്പർ 60 ആയിക്കോട്ടെ, നമ്മുടെ ഈ പറഞ്ഞ ഫൈനൽ എക്സാം സംബന്ധിച്ചാണ് സൂപ്പർ 60 ആയിക്കോട്ടെ, അതിനെല്ലാം എന്തുമായിരിക്കൂടാ, നമ്മൾ ആ ലെവൽ തന്നെ ഉയർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരും. ഓക്കെ, അവിടെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, സൈലത്തെ ട്രസ്റ്റ് ചെയ്ത് പഠിക്കുക, ബാക്കിയെല്ലാം റെഡി ആയിക്കോളും. ഓക്കെ, ബൈ.